ആലപ്പുഴ ചന്തിരൂരിൽ മദ്യപിച്ച് ഔദ്യോഗിക വാഹനമോടിച്ച കേസിൽ ഡിവൈഎസ്പിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി വി അനിൽകുമാറിൻ്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കുഞ്ഞുമായിട്ടാണ് ഡിവൈഎസ്പി മദ്യപിച്ച് വാഹനമോടിച്ചത് എന്നുള്ളത് ഈ കുറ്റത്തിൻ്റെ തീവ്രത കൂട്ടുന്നു. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു തീരുമാനമെടുത്ത് മദ്യപിച്ചിട്ട് അദ്ദേഹം വണ്ടി ഓടിച്ച്, പ്രത്യേകിച്ച് കുഞ്ഞിനെ വണ്ടിയിൽ വെച്ച്? ഇന്നലെ രാത്രി 7 മണിക്ക് എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് യാത്ര ചെയ്ത പലരും കണ്ടിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. കുമ്പളത്തൊരു വാഹനം നിർത്തിയിട്ടിരിക്കുന്നു. വാഹനത്തിന്റെ ബോണറ്റ് പൊക്കി ആ വാഹനത്തിന്റെ എന്തൊക്കെ പരിശോധിക്കുന്ന ഒരാൾ ലെക്ക് കെട്ട നിലയിൽ നേരെ നിൽക്കാൻ പോലും പറ്റാത്ത നിലയിലായിരുന്നു. പക്ഷേ ഈ വാഹനം പോലീസിന്റെ വാഹനമാണ്, ബൊലേറോ വാഹനമാണ്. ആ വാഹനത്തിൽ സിവിൽ ഡ്രസ്സിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെന്ന് തോന്നിക്കുന്ന വിധത്തിൽ രൂപമുള്ള ഒരാളാണ് ലെക്ക് കെട്ട രീതിയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ആ വാഹനം അവിടെ നിന്നും എറണാകുളത്ത് നിന്നും ആലപ്പുഴ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് തന്നെ അമിത വേഗതയായിരുന്നു. അശ്രദ്ധ മൂലം പല വാഹനങ്ങളിലും ഇടിക്കാൻ ചെന്ന് നിർത്തി. അങ്ങനെ പൊതുജനങ്ങളാണ് ഇത് സംബന്ധിച്ച വിവരം എറണാകുളം അതിർത്തിയിലെ പോലീസ് സ്റ്റേഷനിലേക്കും ഒപ്പം തന്നെ അരൂർ പോലീസിനെ അറിയിച്ചത്. പക്ഷേ ഏറെ നേരം വിവരം അറിയിച്ചിട്ടും ഇയാളെ ഈ വാഹനം പരിശോധിക്കാനോ മറ്റു കാര്യങ്ങളോ നടന്നില്ല. പക്ഷേ പിന്നീട് ചന്ദ്രൂരിൽ വെച്ച് ചില ആളുകൾ പിന്തുടരുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം വാഹനം ചന്ദ്രൂരിൽ നിന്നും യു-ടേൺ തിരിച്ച് വീണ്ടും എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു. അവിടെ വെച്ചാണ് അരൂർ പോലീസ് തടഞ്ഞു നിർത്തി വാഹനം നിർത്തി പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത്. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ തിരുവനന്തപുരം ഡിവിഷനിലെ ഡിവൈഎസ്പി വി അനിൽകുമാറാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ ഔദ്യോഗികമായ ഒരു ആവശ്യത്തിന് വേണ്ടി എറണാകുളത്തേക്ക് പോയി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയാണ് ഇദ്ദേഹം മദ്യപിച്ച് അതും ഔദ്യോഗിക വാഹനം ഓടിച്ചത്. ഏറെ എസ് പറഞ്ഞതുപോലെ ഗൗരവകരമായിട്ടുള്ള കാര്യം, ഇദ്ദേഹത്തിന്റെ കുഞ്ഞുകൂടി വാഹനത്തിന്റെ പിൻസീറ്റിൽ ഉണ്ടായിരുന്നു, ഉറങ്ങുകയായിരുന്നു എന്നതാണ് ഏറെ ഗൗരവകരമായ കാര്യം. നമ്മുടെ മുക്കിനും മൂലയ്ക്കുമൊക്കെ തന്നെ പോലീസ് ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളുകളെ പിടികൂടുമ്പോഴാണ് ഇതുപോലൊരു ഉദ്യോഗസ്ഥൻ എറണാകുളത്ത് നിന്നും ഇത്രയും അധികം ദൂരം വാഹനം മദ്യപിച്ച് ഓടിക്കുമ്പോഴും അത് പോലീസ് അറിയാതെ പോകുന്നു. പിന്നീട് പൊതുജനങ്ങളുടെ പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തിനെ മദ്യപിച്ച രീതിയിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും ഔദ്യോഗിക വാഹനത്തിൽ മദ്യപിച്ചതിന് ഇദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടി കൂടി ഉണ്ടാകും. അറസ്റ്റ് നിലവിൽ അരൂർ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ നിലയിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഒരാൾ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് മാത്രമാണുള്ളത്. ഓക്കെ, താങ്ക് യു മനീഷ് മഹിബാൽ.